ഇന്ന് കുറച്ച് ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. ഇടത്തരം മീനാണ്. അത് നല്ലപോലെ മസാലയൊക്കെ പുരട്ടി നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി എന്നാണ് മീനിൻ്റെ പേര്. ഇന്ന് മീൻ വറുത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്കായിട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കച്ചമ്പർ. നെയ്ച്ചോറും പിന്നെ മീൻ വറുത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോമ്പിനേഷനാണ്. ഞങ്ങളിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ വറുത്തിട്ട് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കും. ബസ്മതിയുടെ അരി കൊണ്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ചൂട്ടോടെ ചോറ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ സൈഡായിട്ട് അച്ചാറുണ്ട്, ഇഞ്ചച്ചാറാണ്. പിന്നെ കച്ചമ്പർ കുറച്ച് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ സൈഡായിട്ട് അച്ചാറും പിന്നെ കച്ചമ്പറും. അപ്പോൾ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം റൈസ് മാത്രമായിട്ട് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. കുറച്ച് റൈസും പിന്നെ കച്ചമ്പറും അച്ചാറും കൂടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം എപ്പോഴും ജീരകശാലയുടെ അരിയാണ് നെയ്ച്ചോറുണ്ടാക്കാൻ അടിപൊളി. പക്ഷേ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബസ്മതി റൈസ് കൊണ്ട് നെയ്ച്ചോറുണ്ടാക്കി കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം ഇതുപോലെ മീൻ വറുത്തതും നെയ്ച്ചോറും കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി നമുക്ക് മീൻ വറുത്ത് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. മീനിൻ്റെ പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ചോറ് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കയ്യിൽ കിട്ടണില്ല. സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി അച്ചാറും കച്ചമ്പറും പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. മീനിൽ ഉപ്പാണെങ്കിലും മുളകാണെങ്കിലും മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ. റൈസ് പിന്നെ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കഴിക്കാനായിട്ട്. കുറച്ചുകൂടി വെന്തിരുന്നെങ്കിൽ അടിപൊളിയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.